അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലവി സഖാഫി ഗായനം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളെ വെറുതെ കളയുകയാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നത് റഅ്സുൽ മാലി അൽ വഖ്തു, മൂലധനം സമയമാണ് എന്നാണ്. നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ലോകത്ത് വലിയ പണക്കാരായ ആളുകൾ, അവർക്കൊരു ദിവസം 24 മണിക്കൂറാണുള്ളത്. 5 കാശിന് വകല്ലാതെ റോഡ് സൈഡിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. നേരത്തെ പറഞ്ഞവർ അതിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികമായി വലിയ വർധനവും വലിയ സ്ഥാനങ്ങളും കൈവരിച്ചു. പക്ഷേ മറ്റുള്ളവരത് ഉപയോഗിക്കേണ്ടത് പരാജയപ്പെട്ടു. ഇനി നമ്മൾക്ക് ഔലിയാക്കന്മാരെ കഥ എടുക്കാം. മഹാനായ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, CM വലിയുള്ളാഹി, ഇവരൊക്കെ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയ ഇബാദത്ത് കൊണ്ട് അവർക്കൊരു ദിവസമുള്ളത് തീർച്ചയായും 24 മണിക്കൂറാണ്. ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉള്ളതും 24 മണിക്കൂറാണ്. അവരാ സമയത്ത് ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ ദിക്റും സ്വലാത്തുമായിട്ട് കഴിഞ്ഞുകൂടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഒരു ദിവസം വരാനുണ്ട്. നന്മകൾ ഒരു വശത്തും തിന്മ ഒരു വശത്തോട്ട് തൂക്കുന്ന സമയം. ആ സമയത്ത് നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായി നിന്നിട്ട് തിന്മയുടെ വശത്തേക്ക് അങ്ങ് തൂങ്ങിയാൽ ഫമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ആവിയ, നന്മയുടെ വശം കനം കുറഞ്ഞു, തിന്മയുടെ വശമായി തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്ക്, അവന് രക്ഷയില്ല. അവിടെ തിന്മയുടെ വശത്തേക്ക് തൂങ്ങുമ്പോൾ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അധികം മറുവശത്തിടാനുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയത് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ ഒരുപാട് സമയങ്ങളെ, ഇന്നിപ്പം നേരം വെളുത്തിട്ട് 12:30 മണിയായി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഉണർന്നാൽ 5:30 മണിക്ക് ഉണർന്ന് നമ്മൾ ഇത്രയും സമയത്തിനിടക്ക് എത്ര സമയം വെറുതെ ചെലവഴിച്ചു? ഇതൊരു ആത്മാർത്ഥമായി കൽബ് തട്ടി ചിന്തിക്കുക. ഇന്ന് വേണമെങ്കിൽ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ നമ്മൾക്ക് കഴിയുമായിരുന്നു. അര മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് 25, 1 മിനിറ്റ് കൊണ്ട് 50 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ കഴിയും. 40 എണ്ണം ഷുവറായി ചെല്ല 1 മിനിറ്റ് കൊണ്ട്. ഇന്ന് നേരം പുലർന്നതിൻ്റെ ശേഷം വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ, നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ, കാറിൽ സഞ്ചരിക്കുമ്പോൾ, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും, ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ, പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾക്ക് ചെല്ലാൻ കഴിയും? എത്ര സ്വലാത്ത് ചെല്ലാൻ കഴിയും? ഈ സമയം മുഴുവനും പല കളികളിലും രസങ്ങളിലുമായിട്ട് നമ്മളിങ്ങനെ ചിലവാക്കുകയാണ്. ഒരു കൗണ്ടർ വാങ്ങി കയ്യിൽ പിടിച്ചാൽ, ഒരു തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചാൽ, കച്ചവടക്കാരൻ കടയിലിരിക്കുന്ന സമയത്ത്, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, തൻ്റെ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ദിക്റുകൾ ഇങ്ങനെ ചെല്ലാൻ പറ്റും. ഇങ്ങനെ ചെല്ലിയ ഒരു ദിക്റ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നാളെ നമ്മുടെ നന്മ തൂങ്ങുന്നത്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് ഈ പ്രതിഫലങ്ങളുടെ മറ നീങ്ങിയാൽ, ഇപ്പം ഒരു ഇബാദത്തിന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾക്കറിയില്ല. നാളെ പരലോകത്ത് ആ മറ അങ്ങോട്ട് തീങ്ങിയാൽ നമ്മൾക്ക് മനസ്സിലാകും പ്രതിഫലം എത്രയാണ്, നമസ്കാരത്തിന് ഇത്ര, ദിക്റിന് ഇത്ര. അപ്പം അവന് ബോധ്യപ്പെടും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ദിക്റിനാണ് എന്ന് അവന് ബോധ്യപ്പെടുന്ന ആ സമയത്ത് അവനെ ചിന്തിക്കും, അവൻ സങ്കടപ്പെടുന്ന, പടച്ചോനെ ഇത്ര എളുപ്പമുള്ള വേറൊരു അമലില്ലായിരുന്നു. ദിക്റ് ചെല്ലാൻ ശുദ്ധിയുടെ ആവശ്യമില്ല, ദിക്റ് ചെല്ലാൻ കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല, ദിക്റ് ചെല്ലാൻ നിൽക്കുക, ഇരിക്കുക, കിടക്കുക, അങ്ങനത്തെ ഷർത്തൊന്നുമില്ല. നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ വീട്ടിൽ നിന്നൊരു വഴിക്കിറങ്ങുമ്പോൾ അവിടേക്ക് എത്താൻ ഇത്ര സമയം വേണമെന്ന് നോക്കി, അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഞാൻ ചെല്ലും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചെല്ലും. ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ ദിക്റിൽ മുഴുകി ഒരു സമയം പോലും പാഴാക്കാതെ ബസ്സിൽ കയറുമ്പോഴും, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും, കടയിലിരിക്കുമ്പോഴും, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഫുൾ ടൈം ദിക്റിൽ മധുരിക്കുന്നൊരവസ്ഥയിലേക്ക്, ദിക്റിൻ്റെ മധുരമറിയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിന് പരിശ്രമിച്ചാൽ വലിയ സവാബായിരിക്കും, വലിയ പ്രതിഫലമായിരിക്കും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇത്ര ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെ ഇത്ര സ്വലാത്ത്, ഇത്ര സുബ്ഹാനല്ലാഹ്, ഇത്ര ഇസ്തിഗ്ഫാർ ഞാൻ ചെല്ലുമെന്ന ഒരു തീരുമാനമെടുത്ത് ചെല്ലുകയാണെങ്കിൽ ഒരു ദിവസം 10,000-ഉം 5,000-ഉം ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചൊല്ലിത്തീർക്കാനുള്ള സമയം നമ്മൾക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആയിൽ മറക്കരുത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അസ്സലാമു അലൈക്കും.